ഹലോ ഹായ് ഫ്രണ്ട്സ്. എനിക്ക് ഇന്നൊരു പഴയങ്ങഞ്ഞി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ വേവിച്ചത് ശകലം മിച്ചം ഉണ്ടായിരുന്നു, അതെടുത്ത് ഒരു ചട്ടിക്കകത്തോട്ടിട്ടു. കുറച്ച് പഴങ്ങഞ്ഞി, ഇതാ ആവശ്യത്തിന് പഴങ്ങഞ്ഞി ഇട്ടു. 2 പച്ചമുളക് വെച്ചു. പച്ചമുളക് ഫ്രിഡ്ജിലിരുന്നപ്പോഴത്തേക്കും അങ്ങ് തണുത്ത് ഇങ്ങനെയായിപ്പോയി. പിന്നെ സവാള കുറച്ച് അരിഞ്ഞിട്ട്, ഇവിടെ ചെറിയ ഉള്ളി കിട്ടാൻ പാടാം. സവാള അരിഞ്ഞിട്ടു. 2 കുറിച്ചി വറുത്തു. ഒരു നെല്ലിക്ക ഉപ്പിലിട്ട് എടുത്തു വെച്ചു. തൈരില്ല, അതുകൊണ്ട് നമ്മുടെ മീൻ ചട്ടി ഇന്നും കൊണ്ട് വടിച്ചു. അപ്പോൾ ആ കുടംപുളിയോടുകൂടി അങ്ങോട്ട് അതിട്ടു. പറയുമ്പോഴും വായി വെള്ളം വരുന്നു. ആ മീൻ ചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് ഇടണമായിരുന്നു കപ്പയും പഴങ്കഞ്ഞിയൊക്കെ. ഞാനതത്ര ഓർത്തില്ല, ലാസ്റ്റ് ആയപ്പോഴാണ് ഓർത്തത്. കുഴപ്പമില്ല, ഇതങ്ങോട്ട് എടുത്ത് മറിച്ചാൽ പോരെ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. കഞ്ഞി കുടിച്ചേക്കാം. പഴയ കഞ്ഞി, മോരിൻ്റെ ഒരു കുറവുണ്ട്. പുളിശ്ശേരിയില്ല, തൈരും ഇരിപ്പില്ല. കുഴപ്പമില്ല, നമ്മുടെ ഉണക്കമീനും പച്ചമുളകും ഉണ്ടല്ലോ. അപ്പോൾ തുടങ്ങാം. കുടംപുളി ഉണ്ടോ, എല്ലാം പീച്ച, വെള്ളം വരുക വായിക്കൂടെ. കപ്പ, കുടംപുളി, മീൻചട്ടി വടിച്ചത്. വെള്ളം ഇറക്കുവാണേ. കാണാവോ? ഞാൻ ഇച്ചിരി കൂടെ താത്ത് വെക്കാം. ഇപ്പം കാണാമല്ലോ. കൊതിച്ചോ? അപ്പം ഞാൻ കഴിക്കട്ടെ. ഇങ്ങനെ ഇളക്കി കഴിക്കണം. കുടംപുളി പണ്ടൊക്കെ കുടംപുളി എല്ലാം അങ്ങ് തിന്നും. ഉണക്കക്കുറിച്ചി അതോടെ വെച്ച് ഇതിലെ ജനലിൽ കൂടെ ആരെങ്കിലും പോയാൽ കാണാം. ഓർത്ത് സാരമില്ല. വീണ്ടും ഉണക്കക്കുറിച്ചി വെക്കുക. പച്ചമുളക് കടിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ മേല. പച്ചമുളക് കടിക്കുക, ഉണക്കക്കുറിച്ചി വെക്കുക. ഒച്ച കേൾപ്പിച്ച് കുടിക്കണം, എന്നാലേ അതിൻ്റെ അത്രയും പ്രതീക്ഷിച്ചില്ല. മോരുണ്ടേലെ ടേസ്റ്റ് ഉള്ളെന്ന് വിചാരിച്ച്. ഉണക്കക്കുറിച്ചിയും പച്ചമുളകും മാത്രം മതി. ഉള്ളി അച്ചാറൊന്നും വേണ്ട. അച്ചാറ് നമ്മുടെ നാരങ്ങ ഡേറ്റ്സ് ഇരിപ്പുണ്ട്, കണിമാങ്ങ ഇരിപ്പുണ്ട്, മാങ്ങ അച്ചാറില്ലേ, കടുമാങ്ങ വേറെ, കണിമാങ്ങ അല്ലാതെ സാധാ അതുണ്ട്. പിന്നെ മാങ്ങയും ക്യാരറ്റും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം അതിനകത്ത് സ്റ്റോക്കാണ്. ഒന്നും വേണ്ട. എനിക്ക് പച്ചമുളകും ഉണക്കക്കുറിച്ചി ഭയങ്കര ഇഷ്ടം.
ഞാൻ ഒച്ച വെച്ചുള്ള ഒരു സുഖമില്ല. എരിവില്ല, എരിവുള്ളത് വേണം. പച്ചമുളക് കുറച്ച് എരിവേ ഉള്ളൂ, നല്ല കത്തണം. ഒരു മടുപ്പും ഇല്ലാത്ത ദഹനമുള്ള ആഹാരം അല്ലേ? ഒന്നും കുടിക്കണം. ഒരു 11 മണിയാകുമ്പോൾ പ്രവാസികൾ ക്ഷമിക്കണം, നിങ്ങൾക്കും ഇത് ചെയ്യാലോ. ആ മീൻ ചട്ടിക്കകത്തിടണ്ടായിരുന്നു. അത് ചൂടാക്കിയപ്പോൾ ഇച്ചിരി അടുക്കി പിടിച്ചേ, ശകലം ഒന്ന് വാങ്ങി. അപ്പം പിന്നെ ടേസ്റ്റ് പോയെങ്കിലോ എന്ന് വെച്ചാൽ ഫ്രഷ് ചട്ടിയെടുത്തേ. പഠിക്കട്ടെ. എനിക്ക് കേരളം മൊത്തം ഓരോ ഡിസ്ട്രിക്റ്റിലും പഴങ്കഞ്ഞിക്കട തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. കൈ കാശില്ല. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ തട്ടുകട ഞാൻ തുടങ്ങിയേനെ. ആരെങ്കിലും സ്പോൺസർ ചെയ്യാമെങ്കിൽ ഞാൻ തുടങ്ങും. ഇപ്പം പറ്റത്തില്ല, ഇപ്പം ഞാൻ മംഗലാപുരത്തല്ലേ, ഇവിടെങ്ങാനും തുടങ്ങാം. റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ തീർച്ചയായിട്ടും തുടങ്ങണം. അയ്യോ, ആൾക്കാർക്ക് എന്നാ നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ തിരുവനന്തപുരം തൊട്ട് കോട്ടയം വരെ, കുമ്മളി തൊട്ട് കോട്ടയം വരെ, അങ്ങനെ പിന്നെ തൃശ്ശൂർ തൊട്ട് കോട്ടയം വരെ കഞ്ഞിക്ക് കരഞ്ഞിട്ടുണ്ട് രാത്രി. ഇവരൊക്കെ ബാർബിക്യൂ, ഞാൻ കഞ്ഞി എന്ന് പറഞ്ഞ് വീട്ടിൽ വരെ വന്നു. അങ്ങനെ 3 അബദ്ധം പറ്റി. അപ്പം ഞാനൊരു പ്രതിജ്ഞ എടുത്തു, 14 ഡിസ്ട്രിക്റ്റിലും കഞ്ഞിക്കട തുടങ്ങുമെന്ന്. കൈ കാശില്ല. നെല്ലിക്കാടെ കുരു മാത്രമേ മിക്കുള്ളൂ. ഓ, ഇതുപോലെ ടേസ്റ്റും. മൂക്കൊക്കെ ഒലിക്കുന്നുണ്ടേ. ഇതിന് പോയി ആ നെല്ലിക്ക ഇന്ന ടേസ്റ്റാണെന്നറിയാം. ഓ, അപാരം. മൂക്കള ടിഷ്യൂ എന്തിയേ? അയ്യോ, മൂക്കള. പച്ചമുളക് എരിവില്ലെന്ന് പറഞ്ഞാലും മൂക്കിൽ കൂടെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ പിന്നെ ടേസ്റ്റ് ബഡ്സിൻ്റെ അതിലെ കൂടെ ചെന്ന് ഇതിലെ എങ്ങാണ്ട് ചെന്ന് ഇതിലെ ഇറങ്ങുക. എനിക്കൊന്നും ഇല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ വെക്കുന്നതാണ്. നല്ല സുഖം. ഒരു ചട്ടിയും കൂടെ കുടിക്കണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഈ പഴങ്കഞ്ഞിക്ക് വേണ്ടി ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ്
സബ്സ്ക്രൈബ് പ്ലീസ്. ഫേസ്ബുക്കിൽ ഇടുവേ, ഫേസ്ബുക്കിൽ ജോമാടെ ഇവിടെ നിന്ന് എൻ്റെ പേജ്, അവിടെയും ചെന്ന് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം, കൊതിപ്പിക്കുക എല്ലാവരും. ഇൻസ്റ്റഗ്രാമിൽ ജോമാസ് വേൾഡ് എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും ചെന്ന് കാണുക കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പാവമല്ലേ ജോമ കേട്ടോ. ഓക്കെ ബൈ. അയ്യോ നിങ്ങൾക്ക് ഞാൻ തന്നില്ലല്ലേ കഴിച്ചപ്പം, സാരമില്ല ഇനി കഴിക്കും പാട്ടെ. ഓക്കെ ബൈ, വീണ്ടും കാണാം. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഓക്കെ.